കൊടുങ്കാറ്റടിച്ചു അല ഉയരും വൻസാഗരത്തിൻ അലകളിന്മേൽ വരും ജീവിതത്തിൻ പടകിലവൻ വരും ശാന്തി തന്ന വചനങ്ങളാൽ വരും ജീവിതത്തിൻ പടകിലവൻ വരും ശാന്തി തന്ന വചനങ്ങളാൽ ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ കൊടുങ്കാറ്റടിച്ചു അല ഉയരും വൻസാഗരത്തിൻ അലകളിന്മേൽ വരും ജീവിതത്തിൻ പടകിലവൻ വരും ശാന്തി തന്ന വചനങ്ങളാൽ വരും ജീവിതത്തിൻ പടകിലവൻ വരും ശാന്തി തന്ന വചനങ്ങളാൽ. ഇതേ സങ്കീർത്തനങ്ങൾ തന്നെ നമ്മൾ ആവർത്തിച്ച് വായിച്ച് പല സന്ദർഭങ്ങളിലും ആ സന്ദർഭത്തിലേക്ക് വേണ്ട ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് പകലിലും നാം ഒരുമിച്ച് അതേ സങ്കീർത്തനം തന്നെ കർത്താവിന് മഹത്വം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത, മഹത്വം കൊടുത്താൽ ഉള്ള ശ്രേഷ്ഠത, ഇതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 29-ാമത്തെ സങ്കീർത്തനം. കർത്താവ് ഇതിൽ കൂടി നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടേണ്ടതിനായി ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. 29-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ സവിശേഷതകൾ ഒട്ടുവളരെ പ്രാവശ്യം നമ്മൾ തന്നെ ഇവിടെ ചിന്തിച്ചിട്ടുള്ളതാണ്, ധ്യാനിച്ചിട്ടുള്ളതാണ്. ആരാധനയോട് ബന്ധപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഏറെ പ്രസക്തിയുള്ള ഒരു സങ്കീർത്തനം കൂടിയാണ് 29-ാമത്തെ സങ്കീർത്തനമെന്ന് ആവർത്തിച്ച് പറയുന്നതിൽ ബുദ്ധിമുട്ട് തോന്നരുത്. അതിൽ ഓരോ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പാടുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ എന്നുള്ള ഒരു പ്രസ്താവനയോടുകൂടിയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ആര് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളത് ആണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു തുടങ്ങുന്നത്. ആര് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. 2, അങ്ങനെ മഹത്വപ്പെടുത്തുന്നവർ എന്തു കൊടുക്കണമെന്നാണ് രണ്ടാമത്തെ വാചകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആര് കൊടുക്കണം മഹത്വം എന്ന് ചോദിച്ചാൽ എല്ലാവരും കൊടുക്കുവാനായിട്ട് ഈ സങ്കീർത്തനത്തിൽ ദൈവം ആവശ്യപ്പെടുന്നില്ല. പിന്നെയോ ദൈവപുത്രന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് സംബോധന ചെയ്യുന്നത്. യഹോവയ്ക്ക് കൊടുക്കണം, മഹത്വം കൊടുക്കണം എന്ന് പറയുമ്പോൾ ആര് കൊടുക്കണം? പിതൃപുത്ര ബന്ധത്തിലോട്ട് വന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. രണ്ടാമത് എന്ത് കൊടുക്കണമെന്നാണ് അവിടെ പറയുന്നത്. അവിടെ 2 കാര്യങ്ങളാണ് വിശേഷാൽ പ്രസ്താവിച്ചിരിക്കുന്നത്. യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കണം എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. മൂന്നാമത് ഈ സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെ കൊടുക്കണമെന്ന് ഒരു വസ്തുത ഇതിനകത്ത് പറയുന്നുണ്ട്. എങ്ങനെ കൊടുക്കണം എന്ന ഒരു കാര്യം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. എങ്ങനെയെങ്കിലും കൊടുത്താൽ പോരെ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ എന്ന് വെച്ചാൽ നമുക്ക് ബോധിക്കുന്നത് പോലെയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കാൻ ദൈവം പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? നാം ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ 2-3 കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടു. 1, ആര് കൊടുക്കണം. 2, എന്ത് കൊടുക്കണം. മൂന്നാമത്തത് എങ്ങനെ കൊടുക്കണം. ഇനിയും ഇവിടം വിട്ടൊരു കാര്യം കൂടി പറഞ്ഞാൽ എന്തുകൊണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അതിനും ബൈബിൾ ഒരു ഉത്തരം തരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലാണ് ആ ഉത്തരം കിടക്കുന്നത്. എന്തുകൊണ്ട് കൊടുക്കണം? വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് കൊടുക്കേണ്ടത്? ഈ പറയപ്പെട്ട കാര്യം, ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, ഈ സങ്കീർത്തനത്തിൽ വന്ന 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? 1 ശക്തി, 2 മഹത്വം. 2 കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം സ്വീകരിപ്പാൻ നമ്മുടെ കർത്താവ് യോഗ്യനായതുകൊണ്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതി വെക്കണം. 1, ആര് കൊടുക്കണം? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്ന പദവിയിൽ നാം ഇന്നും നിൽക്കുന്നോ
എന്ന് നാം നമ്മുടെ വ്യക്തിപര ജീവിതത്തെ പരിശോധിക്കണം. ദൈവപുത്രനും ദൈവപുത്രിയും എന്നുള്ള നിലയിൽ നില സൂക്ഷിച്ചവർ വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ദൈവമാക്കിയ പദവിയിൽ നിർത്തിയവര് ആ നിലയിലേക്ക് നമ്മളെ എത്തിച്ച ദൈവത്തിൻ്റെ കരുണയോർത്ത് പദവി കളയാതെ, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന നില കളയാതെ, വിശ്വാസി എന്നുള്ള നിലയിൽ, ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവം നമ്മെ ആക്കിയ പദവിക്ക് കളങ്കം ചാർത്താതെ നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്തെല്ലാം കൊടുക്കണം? ശക്തി കൊടുക്കണം, മഹത്വം കൊടുക്കണം. അവിടെ എന്തുകൊണ്ട് കൊടുക്കണം? ഇത് സ്വീകരിക്കാൻ നമ്മുടെ ദൈവം യോഗ്യനായത് കൊണ്ട് കൊടുക്കണം. അടുത്തത് എങ്ങനെ കൊടുക്കണം? യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ആളറിഞ്ഞു വേണം വരവേൽപ്പ് നൽകാൻ. പഞ്ചായത്ത് പ്രസിഡന്റിന് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പല്ല പ്രധാനമന്ത്രിക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ്. കണ്ടോ, രണ്ടുപേരും മനുഷ്യരാണെങ്കിലും അവരുടെ പദവി അറിഞ്ഞ് നമ്മൾ വരവേൽപ്പ് കൊടുക്കുന്നത് പോലെ അഖിലാണ്ടത്തിന്റെ ഉടയവനും നമ്മുടെ സൃഷ്ടികർത്താവും നമ്മുടെ ദൈവവും അപ്പൊ തന്നെ നമ്മുടെ വീണ്ടെടുപ്പിന്റെ കാരണഭൂതനുമായവനെ നമ്മൾ ആരാധിക്കുമ്പോൾ ശാന്തമായിട്ടൊരുറക്കം തൂങ്ങി നാം ദൈവത്തിന് മഹത്വം കൊടുക്കുകയല്ല, പിന്നെയോ നാം യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. അതിനായിട്ട് ഇന്ന് പകലിൽ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലെ ഒരു കാര്യത്തിന് ചെറിയൊരു വിശദീകരണം നൽകി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. രണ്ട് കാര്യം ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മഹത്വം കൊടുക്കണം. രണ്ട്, ശക്തി കൊടുക്കണം. ആദ്യം മഹത്വമായതുകൊണ്ട് നമുക്ക് അതേ സംബന്ധിച്ച ഒരല്പകാര്യത്തിലേക്ക് വേഗത്തിൽ ഇന്ന് പകലിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ വായിച്ചാൽ അവിടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് പാടുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യേണ്ട 5 കൂട്ടരെ കുറിച്ച് അവിടെ ഒരു പ്രസ്താവന കാണാനായിട്ട് പറ്റും. നമുക്ക് പ്രാരംഭത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 11 വാക്യങ്ങൾ, 10-11 വാക്യങ്ങൾ പ്രാരംഭത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം. സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുവിൻ. മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ. നിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ. അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത്. അപ്പൊ എത്ര കൂട്ടരാണ് ഇവിടെ പാടേണ്ടത്, സ്തുതിക്കേണ്ടത്, മഹത്വം കൊടുക്കേണ്ടത്? ആരൊക്കെയാണ് മഹത്വം കൊടുക്കേണ്ട? നമ്മുടെ വിഷയത്തോട് തന്നെ ബന്ധപ്പെട്ട് പറഞ്ഞാൽ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ എന്ന് പ്രസ്താവിച്ചത് കൊണ്ട് 42-ന്റെ 10-11 വാക്യത്തിൽ 5 കൂട്ടരോടാണ് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തിന് പാട്ടുപാടാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് 5 പേരോടാണ്. ഒന്നാമത്തെ കൂട്ടര് സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവർ, രണ്ടാമത്തെ ഗ്രൂപ്പ് ദ്വീപനിവാസികൾ, മൂന്നാമത്തെ ഗ്രൂപ്പ് മരുഭൂമിയിൽ പാർക്കുന്നവർ, നാലാമത്തെ ഗ്രൂപ്പ് ശൈലനിവാസികൾ, അഞ്ചാമത്തെ ഗ്രൂപ്പ് മലമുകളിൽ പാർക്കുന്നവർ. ഈ 5 ഗ്രൂപ്പിനോടാണ് 42-ാം അധ്യായത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. മനസ്സിലോട്ട് ആ വാക്യങ്ങളെ ഒന്ന് പ്രവേശിപ്പിച്ചേ. 5 കൂട്ടരോട് പറയുന്നു, നിങ്ങൾ വേണം ദൈവത്തിന് സ്തുതി പാടാൻ, നിങ്ങൾ വേണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, നിങ്ങൾ വേണം ദൈവത്തെ ആരാധിക്കാൻ. 5 കൂട്ടർ സമുദ്രനിവാസികൾ അല്ലെങ്കിൽ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവർ, ദ്വീപ് നിവാസികൾ, ശൈലനിവാസികൾ, മരുഭൂമിയിൽ പാർക്കുന്നവർ, മലമുകളിൽ പാർക്കുന്നവർ. ഇവരെല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കണം. അക്ഷരീകമായി നമ്മൾ ഈ വചനഭാഗത്തെ ആ നിലയിൽ കണ്ടാൽ അതിനകത്തെ അർത്ഥം വേണ്ടതുപോലെ ഗ്രഹിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ എന്താണ് ഈ 5 കൂട്ടരെ എടുത്തു പറയുമ്പോൾ അതിനകത്തെ അർത്ഥം എന്താണ്, അവരുടെ സ്ഥിതി എന്താണ്, ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടതും. അപ്പോൾ തന്നെ നമ്മളിൽ ചിലരും സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്നില്ലെങ്കിലും തത്തുല്യമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. 5 കൂട്ടരെ വേഗത്തിലൊന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ ഗ്രൂപ്പ് ആരാണ്? സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവർ. ശാന്തമായ സമുദ്രത്തിൽ കൂടി
ഒരുപാട് കാലം സഞ്ചരിക്കുവാനായിട്ട് പറ്റത്തില്ല. ശാന്തമായ സമുദ്രവും ഇടക്കാലഘട്ടത്തിൽ എന്തുണ്ടാകും? കാറ്റടിക്കുമ്പോൾ കോളുകൾ ഉയരും, തിരമാലകൾ ഉയരും. തുടക്കം മുതൽ ഒടുക്കം വരെ ശാന്തമായ കുളത്തിലെ വെള്ളം പോലെ കിടക്കുന്ന വെള്ളമല്ല. സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് കാറ്റ് നേരിടണം, തിരമാലകളെ നേരിടണം. ഒരുപക്ഷെ ലക്ഷ്യം തെറ്റേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. യേശു കർത്താവുമായി സഞ്ചരിച്ച പടക് നാം വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 35 മുതലുള്ള ഭാഗത്ത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പടകിൽ തിര തള്ളിക്കയറി, ആ പടക് മുങ്ങുമാറായി, പോയ ദിശ മാറി, രക്ഷപ്പെടുമെന്ന ആശയൊക്കെ അറ്റവർ യേശുവിനെ ഉണർത്തിയിട്ട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പൊ സമുദ്ര സഞ്ചാരികൾ എപ്പോഴും ഒരു വെല്ലുവിളിയുടെ മുൻപിലാണ്, എപ്പോഴും ഒരു പ്രതിസന്ധിയുടെ മുൻപിലാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പെരുവെള്ളത്തെ താങ്ങാൻ കഴിയുന്ന, ലളിതമായി പറഞ്ഞാൽ അപകടകരമായ അനുഭവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നവരുടെ പ്രതിനിധികളാണ് ഇവിടുത്തെ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവർ. ഒന്നുകൂടി ഞാൻ പറയാം, അപകടകരമായ ചില പ്രതിസന്ധികളിൽ കൂടി ദൈനംദിനം സഞ്ചരിക്കുന്നവരാണ് ഇവിടുത്തെ സമുദ്ര സഞ്ചാരികൾ എന്ന് പറയുന്നത്. നമ്മളുമൊക്കെ സമുദ്രത്തിൽ കൂടി അല്ലെങ്കിലും എത്രയോ അപകടകരമായ അനുഭവങ്ങളിൽ കൂടിയ ഡെയിലിയുള്ള യാത്ര തിരിച്ചറിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. വാഹനത്തിൽ സഞ്ചരിക്കുന്ന നമ്മളിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ യാത്രയിൽ വീഴ്ചയുണ്ടാകത്തില്ല, ഈ യാത്രയിൽ ഞാൻ മറിയത്തില്ല, ഈ യാത്രയിൽ ഒരു വാഹനം ഇടിക്കത്തില്ല? ഗ്യാരണ്ടി വല്ലോ ഉണ്ടോ? ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപകടത്തെ കണ്ണിന്റെ മുമ്പിൽ കണ്ട എത്രയോ സന്ദർഭങ്ങളുണ്ട്. തീർന്നു പോകുമെന്ന് നാം വിചാരിച്ച എത്രയോ ഇടങ്ങളുണ്ട്. നമ്മുടെയും ഡെയിലിയുള്ള യാത്ര, പലരുടെയും യാത്ര അപകടകരമായ മേഖലകളിൽ കൂടിയാണ്. അങ്ങനെയെങ്കിൽ ദൈവം പറയുന്നു, അത്തരത്തിലെ അപകടകരമായ ദുർഘടങ്ങളായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരുടെ പ്രതിനിധികളാണ് ഇവിടുത്തെ സമുദ്ര സഞ്ചാരികൾ. അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി പോകുന്നവര് വായടച്ചു മിണ്ടാതിരിക്കാനല്ല, അവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. നമ്മുടെ ജീവിത സാഹചര്യം എന്താണെങ്കിലും അത് നമ്മുടെ സ്തുതിയെ ഊതിക്കെടുത്തരുത്. പ്രത്യുത നമ്മുടെ സ്തോത്രത്തെ ആളിക്കത്തിക്കുന്നതായിരിക്കണം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് പുറകിൽ നാം ചിന്തിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ സാഹചര്യം അനുകൂലമാകുമ്പോൾ സ്തുതിക്കേണ്ടവരാകരുത്. അന്തരീക്ഷം ഉണ്ടാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാ നമ്മൾ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഒരുപക്ഷെ നമ്മുടെ സാഹചര്യം ആരാധിക്കാൻ അനുകൂലമല്ലായിരിക്കും, ജീവിത പശ്ചാത്തലം സ്തുതിക്കാൻ അനുകൂലമല്ലായിരിക്കും. നമ്മുടെ മൂഡ് നോക്കിയല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കാൻ നാം ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. പൗലോസും ശീലാസിനും മൂടുള്ളപ്പോഴാണ് അവർ ആരാധിച്ചത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എല്ലാ മൂടും പോയിരിക്കുക, മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി ചുമ്മാ കിടക്കേണ്ട നിലയിലാണ് അവരായത്. സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്തു? നന്നായിട്ട് അടിച്ചു. ചന്തസ്ഥലത്തോടൊക്കെ അവരെ എന്ത് ചെയ്തു? വലിച്ചിഴച്ചു. കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിലിട്ടു. ഇതും പോരാഞ്ഞിട്ട് കയ്യിലും കാലിലും ചങ്ങല വെച്ചു. നമ്മളായിരുന്നെങ്കിൽ അന്ന് വിശ്വാസം കൂടി എന്ത് ചെയ്തേനെ? ത്യജിച്ച് പറഞ്ഞേനെ. അപ്പൊ ആരാധിക്കാൻ ഒരു മൂടുമില്ല, ഒരു സാഹചര്യവും ഇല്ലാത്തിടത്താണ് അവരെന്ത് ചെയ്തത്? ആരാധിച്ചത്. ഇന്ന് പകലിൽ അപകടകരമായ ദുർഘടകരമായ ചില ജീവിതാനുഭവങ്ങളെ താണ്ടുന്നവർ ഇത് സംഭവിച്ചു പോയല്ലോ എന്നോർത്ത് സ്തംഭിച്ചു കുത്തിയിരിക്കുകയല്ല. അവരോട് ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ സ്ഥിതിക്കൊരു ഭേദം വരും. പ്രൈസ് ഗോഡ്. നീ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി തുടങ്ങ്. ദുർഘടങ്ങളെ ഫേസ് ചെയ്യുകയാണോ? അപകടകരമായ അനുഭവങ്ങളിൽ കൂടി കടക്കുകയാണോ? എന്തുകൊണ്ട് എനിക്ക് ഈ ഗതികേട് വന്നെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ശാന്തമായിട്ടിരിക്കാതെ നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പം അവരുടെ പ്രതിനിധിയാണ് ഒന്നാമത്തെ കൂട്ടര്, സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടരെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ദ്വീപ് നിവാസികൾ. ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാ അല്ലേ? അതിൻ്റെ 4 വശവും എന്താണ്? വെള്ളമാണ്, ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ എന്താണ് അതുകൊണ്ട് സൂചിതമാക്കുന്നത്? ഒരു പരിമിതിക്കകത്ത് കിടക്കുന്നവരാണ്.
അവർക്ക് മറ്റുള്ളവരുമായിട്ടൊന്നും എന്തില്ല, അത്ര ബന്ധമില്ല, വരുത്തുപോക്കുകൾ കുറവുള്ള. ആൻഡമാൻ നിക്കോബാർ ദ്വീപൊക്കെ വലിയൊരു ദ്വീപ സമൂഹമാണ്. അതിനേക്കാൾ ചെറിയ ദ്വീപുകളുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ അവിടെ ഫ്ലൈറ്റ് ഉണ്ട്, കപ്പലുണ്ട്, ബോട്ടുണ്ട്, പോയി വരാം. പക്ഷേ പണ്ടത്തെ ഈ പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദ്വീപുകളിൽ വസിക്കുന്നവർക്ക് പുറം ലോകവുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നും, ആ ഒരു ചുറ്റുവട്ടം കൊണ്ട് പശുവിനെ കെട്ടിയിട്ട കയറാണ് ആ പശുവിൻ്റെ അതിർത്തി. ഇതുപോലെ ദ്വീപിൽ വസിക്കുന്നവർ അവരുടെ ആ പരിമിതിക്കകത്ത് ഒതുങ്ങുന്നവരാണ്. അങ്ങനെയെങ്കിൽ ദ്വീപ് നിവാസികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെയോ സാഹചര്യം കൊണ്ട് എന്തൊക്കെയോ പരിമിതിയുടെ അകത്ത് ഒതുങ്ങിപ്പോയവർ, ശത്രു പരിമിതി വെച്ചവർ, ശത്രു ഒതുക്കിക്കളഞ്ഞവർ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ബൈക്കേ കയറുന്നുണ്ട്, നമ്മൾ കാറേ കയറുന്നുണ്ട്, പക്ഷേ നമ്മൾ ഫ്ലൈറ്റേ കയറുന്നുണ്ട്, ഇതൊക്കെ ശരിയാ. പക്ഷെ നമുക്ക് തന്നെ അറിയാം, ഏതോ ഒരു പരിമിതിക്കകത്ത് പുറത്തു വരാൻ പറ്റാതെ നമ്മളെ അശരീകമായിട്ടൊന്നും കെട്ടിയിട്ടില്ല. പക്ഷെ ഒരു അദൃശ്യ കരം കൊണ്ട്, കൈ കൊണ്ട് കെട്ടപ്പെട്ടതുപോലെ വാഹനം ഓടിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ശമ്പളം എണ്ണി വാങ്ങുമ്പോഴും ചില പരിമിതികളുടെ അകത്ത് കുറെ കാലമായിട്ട് ഒതുങ്ങിപ്പോയവരുണ്ട്. അവരുടെ പ്രതിനിധികളാണ് ഇവിടുത്തെ ദ്വീപ് നിവാസികൾ. ഒതുക്കപ്പെട്ടവർ, പരിമിതപ്പെട്ടവർ. എനിക്ക് ഗതികേട് വന്നല്ലോ എന്നോർത്ത് വിധിയെ പഴി പറഞ്ഞിരിക്കാനല്ല, പരിമിതപ്പെട്ടവരോട് ദൈവം പറയുന്നു, ഒതുക്കപ്പെട്ടവരോട് ദൈവം പറയുന്നു, ഇന്ന് പകലിൽ ദൈവത്തിനു നീ മഹത്വം കൊടുത്തു തുടങ്ങ്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പരിമിതികളെ പൊളിക്കാൻ നമുക്ക് പറ്റത്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ അകത്ത് ഈ പകലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ജോലി കിട്ടിയപ്പോൾ ചിലർ പരിമിതപ്പെട്ടു പോയി, കല്യാണം കഴിച്ചപ്പോൾ ചിലർ പരിമിതപ്പെട്ടു പോയി, വിദേശയാത്ര നടത്തിയപ്പോൾ ചിലർ പരിമിതപ്പെട്ടു പോയി. നമ്മെ പരിമിതപ്പെടുത്തുവാൻ പല കാര്യങ്ങൾ വന്നിരിക്കാം. എന്നാൽ ഇന്നു പകൽ സംഭവിച്ചു പോയ, പരിധിക്കകത്ത് ഒതുങ്ങിപ്പോയ സങ്കടം ആരുടെയെങ്കിലും അകത്തുണ്ടെങ്കിൽ ഇന്നു പകൽ ആ പരിമിതിയെ പൊളിച്ചു പുറത്തു വരാൻ ദൈവം നിനക്കൊരു ചാൻസ് തരികയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവമേ, ഞാൻ ഒതുങ്ങിപ്പോയല്ലോ, ദൈവമേ, ഞാൻ പരിമിതപ്പെട്ടു പോയല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒരു വൃത്തത്തിന്റെ അകത്ത് ജീവിതം ഹോമിക്കേണ്ടി വന്നല്ലോ എന്ന് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഈ ആരാധനയ്ക്കകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദ്വീപ് നിവാസികൾ നിങ്ങളുടെ പ്രതിനിധികളാണ്. പരിമിതപ്പെട്ടവർ വാ തുറന്നു ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വായിച്ചത് മരുഭൂമിയിൽ പാർക്കുന്നവരാണ്. മരുഭൂമിയിൽ പാർക്കുന്നവരാണ്. എന്താണ് മരുഭൂമിയുടെ അവസ്ഥ? വരണ്ട ഒരനുഭവമാണ്. 63-ാം സങ്കീർത്തനത്തിനകത്ത് നാം അത് വായിക്കുന്നുണ്ട്. ദൈവമേ, നീ എൻ്റെ ദൈവം. താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഒരു പദപ്രയോഗമുണ്ട്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത്. ഇത് ചമച്ചത് എവിടെ വെച്ചാ? യഹൂദ മരുഭൂമിയിൽ വെച്ച. അപ്പം മരുഭൂമി വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ വരണ്ട അനുഭവത്തിന്റെ അകത്ത് വസിക്കുന്നവർ. മനസ്സിലാകുന്നുണ്ടോ? വരണ്ട അനുഭവത്തിന്റെ അകത്ത് വസിക്കുന്നവർ. മരുഭൂമിയുടെ അകത്തൊരാശ്വാസത്തിനിടമില്ല, ഒരു സമാശ്വാസം ലഭിക്കുന്നില്ല, വേദനിപ്പിക്കപ്പെടുന്ന അവസ്ഥ, വരണ്ട അനുഭവം, വിണ്ടുകീറുന്നത് പോലെയുള്ള അനുഭവം. ഇത്തരത്തിലേതെങ്കിലുമൊക്കെ ഒരു മേഖലകളുടെ അകത്താണ് നാമെങ്കിൽ നമ്മളോട് ദൈവത്തിന് ഇന്ന് പകൽ പറയാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ഇല്ലാത്ത ഒരനുഭവമാണ് മരുഭൂമി. വെള്ളം അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷെ മരുഭൂമിയിൽ എന്തില്ല? വെള്ളമില്ല. വേണ്ടത് പലതുമില്ല, വേറെ പലതുമുണ്ട്, പക്ഷെ ആവശ്യമുള്ളതില്ല. മനസ്സിലാകുന്നുണ്ടോ? എടുത്തു പറയാനും അക്കമിട്ട് പറയാനും ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. പക്ഷേ വേണ്ടതില്ലാത്ത അനുഭവങ്ങൾ, എവിടെയോ ഒരു കുഴപ്പം നമുക്കറിയാം, എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എവിടെയോ ചെറിയ ഒരു കംപ്ലൈന്റ്, അത് നിങ്ങളുടെ മുഴുവൻ ആളത്വത്തെ ബാധിക്കത്തക്ക നില പലതും പറയാനുണ്ട്. അക്കമിട്ട ദൈവം തന്ന ഒത്തിരി കാര്യങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷേ എല്ലാം ഉള്ളതിൻ്റെ നടുവിലും എന്തോ ഒരു പന്തികേട് പോലെ, എന്തോ ഒരു സ്പെല്ലിംഗ്
മിസ്റ്റേക്ക് പോലെ, എന്തോ കൊളുത്തുകൊണ്ട് വലിച്ച് നിർത്തുന്നത് പോലെ, എന്തോ നിങ്ങളുടെ ജീവിതത്തെ ഒതുക്കുന്നത് പോലെ, നിങ്ങളുടെ മനസ്സിന്റെ നോവിനെ, നൊമ്പരത്തെ ഇന്ന് പകൽ കാണുന്ന കർത്താവ് നമ്മോട് പറയുന്നു, മരുഭൂമിയുടെ വരണ്ട അനുഭവത്തിലാണോ നീ? ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. താഴേക്ക് വായിച്ചു വരുമ്പോൾ നാം ഇവിടെ കാണുന്നത് നാലാമത്തെ കൂട്ടർ ആരാണ്? ശൈല നിവാസികളാണ്. ശൈല നിവാസികളാണ്. 40-ാം സങ്കീർത്തനത്തിനകത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്. 40-ാം സങ്കീർത്തനത്തിന് വായിക്കുന്നത്, കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നമ്മളെ അവിടെ നിന്ന് നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? കര കയറ്റിയിട്ട് ഒരു പാറമേൽ നിർത്തി. ആ പാറ ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 10 നാം വായിക്കുന്നുണ്ട്, അവരെ അനുഗമിച്ച പാറയിൽ നിന്നാണ് അവരെന്ത് ചെയ്തത്? കുടിച്ചത്. ആ പാറ ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. അപ്പോ ഇവിടെ പറയുന്ന ശൈലനിവാസികൾ ആരുടെ പ്രതിനിധികളാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ വസിക്കുന്നവരുടെ പ്രതിനിധിയാണ്. ഒരു കാലത്ത് നമ്മളും കുഴഞ്ഞ ചേറ്റിൽ കിടന്നവരാണ്. വല്ലാതെ ചവിട്ടും തോറും ആഴത്തിലോട്ട് പോകുന്ന പ്രതിസന്ധിക്കകത്ത് കിടന്നവരാ. പക്ഷേ കരുണ തോന്നിയ ദൈവം ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ കയറ്റി ക്രിസ്തുവാകുന്ന പാറയുടെ മേൽ നിർത്തി. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ഭക്തനോടും ദൈവത്തിന് പറയാനുള്ളത്, നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. 5-ാമതായി പറയുന്നത് മലമുകളിൽ പാർക്കുന്നവർ എന്നാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു വേർപാട് ജീവിതം അനുഷ്ഠിക്കുന്നവരാ. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് ശപിക്കാനായിട്ട് വിളിച്ചുകൊണ്ടുപോയ ബിലയാം പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇതാ തനിച്ച് പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 5 കൂട്ടരോടാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. സമുദ്ര സഞ്ചാരികൾ, ഞാനിവിടെ പറഞ്ഞു, അപകടകരമായ ജീവിതത്തിൻ്റെ ദുർഘടമേടുകളെ അഭിമുഖീകരിക്കുന്നവരുടെ പ്രതിനിധിയാണ് ഇവിടുത്തെ സമുദ്ര സഞ്ചാരികൾ. രണ്ടാമത്തത്, ജീവിതത്തിൻ്റെ പരിമിതികളുടെ അകത്ത് വിശാലതയിലോട്ട് പോകാൻ കഴിയാതെ ഏതൊക്കെയോ തട്ടകങ്ങളിൽ ഒതുങ്ങിപ്പോയവരുടെ പ്രതിനിധികളാണ് ഇവിടുത്തെ ദ്വീപ് നിവാസികൾ. ജീവിതത്തിൻ്റെ വരണ്ട അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന, എല്ലാം ഉള്ളപ്പോഴും എന്തോ ഒന്നിൻ്റെ കുറവ് കൊണ്ട് ജീവിതത്തിൽ വിണ്ടുകീറിയതുപോലെയുള്ള വരണ്ട അനുഭവത്തിൽ കൂടി പോകുന്നവരുടെ പ്രതിനിധികളാണ് മരുഭൂമിയിൽ വസിക്കുന്നവർ. എന്നാൽ ഇവിടെ പറയുന്ന ശൈലനിവാസികൾ കുഴഞ്ഞ ചേറ്റിൽ ഒരു കാലത്ത് കിടന്ന അനുഭവമുള്ളവരാ. പക്ഷേ അവിടെ നിന്ന് കരുണ തോന്നി ദൈവം അവരെ എവിടെ നിർത്തി? പാറമേൽ നിർത്തി. ഇവരോടെല്ലാവരോടും ദൈവത്തിന് പറയാനുള്ളത്, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. പരിമിതപ്പെട്ടു പോയവരും ദൈവത്തിന് മഹത്വം കൊടുക്കണം. വിണ്ടുകീറിയ വേദനാജനകമായ അനുഭവത്തിൽ കൂടി പോകുന്നവരും ദൈവത്തിന് മഹത്വം കൊടുക്കണം. അപകടകരവും ദുർഘടവുമായ ജീവിത സാഹചര്യങ്ങളെ താണ്ടുന്നവരും ദൈവത്തിന് മഹത്വം കൊടുക്കണം. ക്രിസ്തു എന്ന പാറമേൽ കാലുറപ്പിച്ച് നിൽക്കുന്നവരും ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ദൂതുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം, എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം, അത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദൈവത്തെ സ്തുതിക്കുക. എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദൈവത്തെ സ്തുതിക്കുക. ചിരിക്കുന്നത് നല്ലതാ, പക്ഷെ മരണ വീട്ടിൽ ചിരിച്ചാൽ അതൊരു ഓക്വേഡാ. മനസ്സിലാകുന്നുണ്ടോ? കൈയടിക്കുന്നത് നല്ലതാ, പലർക്കും അതുകൊണ്ട് പ്രോത്സാഹനം കിട്ടും. പക്ഷേ ഒരു ദുഃഖഭവനത്തിൽ പോയി നമ്മളാരും കൈയടിക്കത്തില്ല. എന്നാൽ ദുഃഖഭവനമാണെങ്കിലും വേദനപ്പെട്ടവരുടെ നടുവിലാണെങ്കിലും ആഴത്തിലെ ദുർഘടമായ പരിമിതിയിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും അവർക്ക് എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ദൈവത്തെ സ്തുതിക്കാനാണ്. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ എഴുതിയത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പേഴ്സിൽ പണം ഉള്ളപ്പോഴും സ്തുതിക്കാം, പേഴ്സിൽ പണമില്ലാത്തപ്പോഴും സ്തുതിക്കാം, ആരോഗ്യമുള്ളപ്പോഴും സ്തുതിക്കാം, കിടക്കയിൽ ചുരുണ്ട് കിടക്കുമ്പോൾ സ്തുതിക്കാം, സന്തോഷ സമൃദ്ധിയുടെ അനുഭവത്തിൽ സ്തുതിക്കാം, മരണ വീട്ടിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിന്റെ ചിത്രമല്ലേ ഇയ്യോബ് പറഞ്ഞത്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ.
അപ്പോ ദുഃഖത്തിന്റെ ആഴത്തിൽ കൂടി പോകുമ്പോഴും എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം ചെയ്യേണ്ടിടത്ത് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അതാണ് സങ്കടകരമായ കാര്യം. ചെയ്യേണ്ട സമയത്ത് ചെയ്യാഞ്ഞിട്ട് പിന്നീട് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അതരം ചലിക്കുമ്പോൾ, കൈയടിക്കാൻ പറ്റുമ്പം, കണ്ണ് നനയാൻ പറ്റുമ്പം, ഇതൊക്കെ പരപ്രേരണ കൂടാതെ ചെയ്താൽ ഇതിനൊന്നും കഴിയാത്ത ഒരു സീസൺ വരുമ്പം കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഒരല്പമെങ്കിലും അനുഭവിക്കുന്ന ആർക്കും ചുമ്മാതെ കുത്തിയിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സാന്നിധ്യത്തിൽ നിന്ന് അകലെയാണ്. അകത്തു ദൈവബോധം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസാന്നിധ്യം വന്ന് ചുമ്മാതെ വായടച്ചിരിക്കാൻ പറ്റത്തില്ല. അതിന് എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നിലവിൽ ദൈവ സാന്നിധ്യം ഇല്ല. സാന്നിധ്യം അകത്തുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനല്ല പറഞ്ഞത്. അതരം അനക്കി ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ 50 കൊല്ലത്തെ പാരമ്പര്യം പോരാ, 30 കൊല്ലത്തെ പാരമ്പര്യം പോരാ. അകത്തു ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിലേ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കട്ടെ. ഇനി ഇത്രയും പേര് മഹത്വം കൊടുത്താൽ അതുകൊണ്ട് സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ. അടുത്ത വാക്യം 11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ. ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ. അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ. മഹത്വം കൊടുക്കാൻ ദൈവം പറയുന്നതിന്റെ കാര്യം, മഹത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി ചിലത് ദൈവത്തിന് ചെയ്യണമെന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പാസ്പോർട്ട് എടുക്കാതെ വിസ കിട്ടാൻ പ്രാർത്ഥിച്ചാൽ വിസ കിട്ടുമോ? കിട്ടത്തില്ല. നമ്മളവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിടികിട്ടുന്നുണ്ടോ? ചെയ്യേണ്ട കാര്യം ചെയ്തെങ്കിലേ അടുത്ത അതിൻ്റെ നടപടി നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ സ്തുതിക്കാതെ സ്തുതിയുടെ അനന്തരഫലമായി നമ്മളിൽ ചെയ്യേണ്ടതൊന്നും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിചാരിക്കരുത്. നാം ചെയ്യേണ്ടത് നാം ചെയ്താൽ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് ദൈവം ചെയ്യും. ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നു, നമ്മൾ അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും. മഹത്വം കൊടുത്തു തുടങ്ങുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ദൈവം ഒരു വീരനെ പോലെ പുറപ്പെടും. എത്ര പ്രിയപ്പെട്ടവർക്ക് സന്തോഷമുണ്ട്. ദൈവത്തെ വീരനായിട്ട് പലയിടത്ത് പറയുന്നുണ്ട്. 2-3-4 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്താം. പുറപ്പാട് പുസ്തകം. നമ്മുടെ ദൈവം വെറും ഒരു വീരനല്ല, ചില വിശേഷണങ്ങൾ കൂടിയുണ്ട് നമ്മുടെ ദൈവത്തിന്. യെശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ പ്രത്യേകത. 9-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ അവിടെ പറയുന്ന പ്രത്യേകതയ്ക്കകത്തെ ഒരു കനത്ത പ്രത്യേകതയാണ് വീരനാം ദൈവം. അപ്പം ഈ ദൈവത്തിൻ്റെ വീരൻ എന്ന ദൈവത്തെ പറയുമ്പോൾ അതിൻ്റെ ചില വിശേഷണങ്ങളൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. മറ്റേയാൾക്ക് 27-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. പുറപ്പാട് 15:3. യഹോവ യുദ്ധവീരൻ. നമ്മുടെ ദൈവം വെറും ഒരു വീരനല്ല, വീരനെ പോലെ പുറപ്പെടുമെന്ന് പറയുമ്പോൾ മഹത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി, മഹത്വപ്പെടുത്തുന്നവർക്ക് വേണ്ടി ദൈവം എങ്ങനെ പുറപ്പെടും? വീരനെ പോലെ പുറപ്പെടും. നമ്മുടെ ദൈവം ഒരു സാധാരണ വീരനല്ല, വെറുതെ ഒരു വീരനല്ല. പിന്നെ എന്താണ്? നമ്മുടെ ദൈവം യുദ്ധവീരനാണ്. നമ്മുടെ യുദ്ധങ്ങളെ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന ഒരു വീരനായ ദൈവമാണ് നമ്മുടെ ദൈവം.
അതുകൊണ്ടല്ലേ ദൈവം യഹോശാഫാത്തിനോടും കൂട്ടരോടും പറഞ്ഞു, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ യുദ്ധങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു വീരനായ ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം നിങ്ങൾക്ക് ഈ പടയിൽ പൊരുതേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഒരിക്കലും പട പൊരുതണ്ടെന്നുള്ള അർത്ഥമല്ല അവിടെ കിടക്കുന്നത്. നിങ്ങൾ പൊരുതിയാലും നിങ്ങൾക്ക് നേട്ടമേറ്റെടുക്കാൻ കഴിയാത്ത ചില പോരാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ കൈകൾ കുഴയുമ്പോൾ, അത്തരത്തിൽ നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ, നിങ്ങളുടെ യുദ്ധങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്ന യുദ്ധവീരനായ ദൈവം ഇന്ന് പകലിലും പല ആവർത്തി ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടും അതെല്ലാം പാഴ്വേല പോലെ ആയെങ്കിൽ ആ പ്രോബ്ലത്തെ ഏറ്റെടുക്കാൻ കഴിയുന്ന, വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് പാസ്റ്റർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് അപ്പോസ്തലന് ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങളുടെ പണം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റത്തില്ല, അത് ഒരു പ്രവാചകനും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ ദൈവം ഇടപെട്ടാൽ മാത്രം നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യം നടക്കണമെങ്കിൽ ദൈവം ഇടപെട്ടേ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യുന്ന യുദ്ധവീരനാണ് നമ്മുടെ ദൈവം. 27-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം. 27-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. എന്റെ മുഖം അന്വേഷിപ്പിൻ, എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. ആ സങ്കീർത്തന ഭാഗത്ത് ഞാൻ എഴുതിയ അധ്യായം തെറ്റിപ്പോയി. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം ബലവാനായ വീരൻ എന്നാണ്. ബലവാനായ വീരൻ, അത് ഞാനിപ്പോൾ നോക്കി പറയാം. സഫന്യാവിന്റെ പുസ്തകം 3:17 വീരൻ എന്ന് പറയുന്ന അടുത്ത പരാമർശം, അടുത്ത വിശേഷണം. സഫന്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നിന്റെ ദൈവമായി യഹോവ രക്ഷിക്കുന്ന വീരനായി. അപ്പൊ ആദ്യത്തെ ദൈവത്തിന്റെ വീരൻ എന്നുള്ളതിന് കൊടുത്ത വിശേഷണം യുദ്ധവീരൻ. ഇവിടെ പറയുന്നു രക്ഷിക്കുന്ന വീരൻ, രക്ഷിക്കുന്ന വീരൻ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധേയമായിട്ട് കിടപ്പുണ്ട്. രക്ഷിക്കുന്ന വീരൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുപുറം കൂടി നമുക്ക് തിരുവചനത്തിൻ്റെ താളുകളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇരമ്യാ പ്രവചനത്തിലേക്കൊന്ന് വരാമോ? ഇരമ്യാ പ്രവചനം 14-ാമത്തെ അധ്യായം. ഇരമ്യാ പ്രവചനം 14-ാമത്തെ അധ്യായം. അവിടെ മറ്റൊരു പദപ്രയോഗം കൊടുത്തിട്ടുണ്ട്. ഇരമ്യാ പ്രവചനം 14-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവുമായുള്ളവേ, നീ ദേശത്ത് പരദേശിയെ പോലെയും ഒരു രാപ്പാർക്കൽ മാത്രം കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നത് എന്ത്? ഭ്രമിച്ചുപോയ പുരുഷനെ പോലെയും രക്ഷിപ്പാൻ കഴിയാത്ത വീരനെ പോലെയും. അപ്പൊ നമ്മുടെ ദൈവത്തെ കുറിച്ച് മറ്റൊരിടത്ത് പറയുന്നത് നമ്മുടെ ദൈവം ആരാണ്? ഇവിടെ പറയുന്നത് എന്താണ്? രക്ഷിക്കാൻ കഴിയാത്ത വീരൻ. ദൈവത്തിന് രക്ഷിക്കാൻ കഴിവില്ല എന്നുള്ള അർത്ഥമല്ല, ദൈവത്തിന് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല. അതാണ്. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റാത്തവർക്കുണ്ട് ഞാൻ പറയാം. ഹായി പട്ടണത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പം യോശുവയുടെ നേതൃത്വത്തിൽ അവര് കാര്യങ്ങളെ വിലയിരുത്തിയപ്പോൾ അവർ വിലയിരുത്തിയത് എന്താ? ഹായി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പട്ടണമാണ്. അതുകൊണ്ട് അവിടേക്ക് നമ്മൾ ഈ എല്ലാ സൈന്യം കൂടി പോകേണ്ട കാര്യമൊന്നും ഇല്ല. ഒരു 3000 പേര് ചെന്നാൽ അവരെ അടിച്ച് നിലം പരിശാക്കിയിട്ട് വരാം. നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്ലാറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? വരാം. ഈ എല്ലാവരോടൊന്നും പോകേണ്ട കാര്യമില്ല. ചെറിയ ഒരു പട്ടണമല്ലേ ഹായി. അതുകൊണ്ട് ഒരു 3000 പേര് പോയാൽ മതി. യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. പക്ഷേ അവര് പോയത് അവരെ ഫ്ലാറ്റ് ആക്കാനാ. പക്ഷെ ഫ്ലാറ്റ് ആയതാരാ? പോയോരാ. മാത്രം നിങ്ങളെല്ലാവരും എന്നെ നോക്കുന്നു. ഭഗവത്ഗീതയിലുള്ള കാര്യമല്ല, നമ്മുടെ ബൈബിളിലുള്ള കാര്യമായി പറഞ്ഞു. 3000 പേര് പോയിട്ട് 3000 പേരുടെ അകത്തെ 30 പേരെ ഹായി പട്ടണക്കാർ കൊന്നുകളഞ്ഞെന്ന്. യോശുവ ദൈവമുമ്പാകെ നെടുമ്പാട് വീണു. ദൈവമേ, ഈ ചെറിയ പട്ടണത്തിന്റെ മുമ്പിൽ പോലും ഇത്ര വമ്പിച്ച പരാജയം ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് എന്താ? ദൈവം ഇടപെട്ടു. അവസാനം നിങ്ങളുടെ ഇടയിൽ ശപഥാർപ്പിത വസ്തു എടുത്ത പാപം കിടക്കുന്നത് കൊണ്ട്
ദൈവത്തിന് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റിയില്ല. അപ്പൊ എല്ലായിടത്തും കയറി ഇടപാട് നടത്തുന്നവനല്ല നമ്മുടെ ദൈവം. ദൈവത്തിന് ഇടപെടാൻ പറ്റണമെങ്കിൽ അതിനു പറ്റുന്ന വിശുദ്ധി, അതിനു പറ്റുന്ന ജീവിത നിലവാരം. ഞാൻ 40 കൊല്ലമായി പാസ്റ്ററാണ്. അതിനിപ്പോ എന്നാ വേണം? ഇപ്പൊ കൃപയിലല്ലേ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ദൈവത്തിന് പറ്റത്തില്ല. പിടികിട്ടുന്നുണ്ടോ? അതല്ല ഇവിടുത്തെ വിഷയം. നിലവിൽ ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തക്ക നിലയിൽ നമ്മുടെ ജീവിതം സുതാര്യമാണെങ്കിൽ, നമ്മുടെ ജീവിതം വിശുദ്ധമാണെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവകൃപയിലാണെങ്കിൽ നമ്മുടെ കർത്താവ് അതിനകത്ത് ഇടപെടും. അതല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ പാപം ചെയ്തവന്റെ കാര്യത്തിൽ ദൈവം രക്ഷിക്കാത്ത വീരനായിരിക്കും. അതാ ഈ വാക്യത്തിന്റെ അർത്ഥം. 8-9 വാക്യം ഒന്നുകൂടി വായിച്ച, ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവുമായുള്ളവേ. അപ്പൊ നമ്മുടെ എല്ലാം പ്രത്യാശ എന്താ? നമ്മുടെ കർത്താവാ. ആരിടപെട്ടില്ലെങ്കിലും എന്റെ കർത്താവ് എന്റെ കാര്യത്തിൽ ഇടപെടും. ആര് കണ്ണുനീര് തുടച്ചില്ലെങ്കിലും എന്റെ കർത്താവ് എന്റെ കണ്ണുനീര് തുടയ്ക്കും. അതല്ലേ നമ്മുടെ പ്രത്യാശ, അല്ലേ? അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് വരുമെന്നാണോ നമ്മുടെ പ്രത്യാശ? അല്ല. ആരും നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിൽ ഇടപെടും. അതാ നമ്മുടെ പ്രത്യാശ. ഇവിടെ ഇവര് വേദനപ്പെട്ട് ചോദിക്കുന്നു, ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവുമായുള്ളവേ, നീ ദേശത്ത് പരദേശിയെ പോലെയും ഒരു രാപ്പാർക്കൽ മാത്രം കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലും ആയിരിക്കുന്നത് എന്ത്? നമ്മളിപ്പോ ബാംഗ്ലൂര് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ തദ്ദേശീയമായിട്ടൊരു ലഹള, ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇടപെടാൻ പറ്റുന്നിടത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തദ്ദേശവാസികൾ എന്നുള്ള നിലയിൽ ആ പ്രോബ്ലം പരിഹരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയും ചെയ്യും, അല്ലേ? ഇപ്പൊ രണ്ടുപേര് തമ്മിലൊരു വഴക്കുണ്ടാക്കുന്ന പരിചയമുള്ളവരാണെങ്കിൽ നമ്മൾ ആ തദ്ദേശവാസിയാണെങ്കിൽ എടാ പോടെ വിട് വിട് അത് കള എന്ന് പറഞ്ഞു ഒന്നുകിൽ അവനെ പിടിച്ചെന്ത് ചെയ്യും? മാറ്റിക്കൊണ്ട് പോകും. അല്ലാതെ നമ്മളിപ്പോൾ അവനവിടെ കിടന്ന് അടിക്കട്ടെ ഞാൻ പോവാന്ന് പറഞ്ഞ് നമ്മൾ പോകത്തില്ല. നമുക്ക് പരിചയമുള്ളവരാണ് വഴക്കുണ്ടാക്കുന്നതെങ്കിൽ, നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും? ഇടപെടും. പക്ഷെ ഇവിടുന്ന് ബാംഗ്ലൂർ ചെല്ലുന്ന നമ്മൾ അവിടെ കിടന്ന് തദ്ദേശീയരായ 2 പേർ അടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടപെടേണ്ട കാര്യമുണ്ടോ? കാര്യം നടത്തിയിട്ട് അടുത്ത വൈകിട്ടത്തെ ഫ്ലൈറ്റിന് നാട്ടിലോട്ട് പോകേണ്ട നമ്മൾ അത് കാണുമെന്നുള്ളതല്ലാതെ ആ വിഷയത്തിൽ ഇടപെടത്തില്ല. കാരണം അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പാപം ചെയ്തവന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ നിലപാടും ഇത് തന്നെയാണ്. എത്ര പ്രശ്നം വന്നാലും നമ്മുടെ കർത്താവ് പരദേശിയുടെ നയം സ്വീകരിക്കുമെന്ന്. ഒരു രാത്രി ഒരു സത്രത്തിൽ വന്നവൻ ആ ദേശത്തെ വിഷയം എന്താണെങ്കിലും അവനത് ബാധകമല്ല. അവൻ വന്ന കാര്യം നടത്തിയേച്ച് പിറ്റേ ദിവസം പോകുന്നവന് അവിടുത്തെ വിഷയത്തിലൊന്നും കയറി ഇടപെടേണ്ട കാര്യമില്ല. ഇതുപോലെ ദൈവം നമ്മുടെ വിഷയത്തിൽ ഇടപെടാതെ ഇരിക്കും. പരദേശിയുടെ നയം എന്നോട് സ്വീകരിക്കരുതേ കർത്താവേ, വഴിപോക്കന്റെ നയം എന്നോട് സ്വീകരിക്കരുതേ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അത് കഴിയണമെങ്കിൽ നാം പാപമില്ലാത്തവരായി കർത്താവിന്റെ കൃപയ്ക്കകത്ത് നിൽക്കുന്നവരാകണം. ബോധ്യമായവരോട് സ്തോത്രം പറഞ്ഞേ. അപ്പൊ പാപം ചെയ്തവന്റെ കാര്യത്തിൽ ദൈവം ഇടപെടത്തില്ല. അത് നമുക്ക് എത്ര സീനിയോറിറ്റി ഉണ്ടെങ്കിലും, അത് പാസ്റ്റർ ആണെങ്കിലും, അത് ഇവാഞ്ചലിസ്റ്റ് ആണെങ്കിലും, 30 കൊല്ലമായി IPCയിലെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഏർപ്പാടിലാണ് നിലവിൽ നാം ചലിക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ വിഷയത്തിൽ ഇടപെടത്തില്ല. അപ്പം 3000 പേര് യുദ്ധത്തിന് പോയിട്ട് യോശുവയുടെ ഗ്രൂപ്പിൽ നിന്ന് 30 പേരെ ഹായി പട്ടണക്കാര് കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയില്ലെങ്കിൽ ചെറുതെന്ന് വിചാരിക്കുന്ന വിഷയം വരെ നമുക്കൊരു പരാജയമാകും. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം 7-ൽ 30,000 പേര് മിദ്യാന്യർക്കെതിരെ യുദ്ധത്തിന് പോയപ്പോൾ ദൈവം പറഞ്ഞു, വേണ്ടടാ 30,000 വേണ്ട, ഞാൻ സെലക്ട് ചെയ്യുന്ന 300 എണ്ണം മതി. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആളധികം വേണമെന്നില്ല. അസാധാരണ ജയം നമുക്ക് ലഭ്യമാകാനിടയാകും. അവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരു യുദ്ധവീരനെ പോലെ ഇടപെടും. ഇന്ന് പകലിൽ രക്ഷിക്കുന്ന വീരനായും ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. രക്ഷിക്കാൻ കഴിയാത്ത വീരനായും ദൈവം നമുക്ക് വേണ്ടി ഇടപെടും. ഇത് തീരുമാനിക്കേണ്ടത് ഞാനാണ്.
എൻ്റെ ജീവിതാനുഭവം നിലവിൽ എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ദൈവം എന്നെ രക്ഷിക്കുന്നതും ദൈവം എന്നെ രക്ഷിക്കാതിരിക്കുന്നതും. ബോധ്യമായവർ കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം നമ്മുടെ ദൈവം ആരാണ്? യുദ്ധവീരനാണ്. 2, രക്ഷിക്കുന്ന വീരനാണ്. ഇനി യിരെമ്യാ പ്രവചനം 20-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം കൂടി. യിരെമ്യാ പ്രവചനം 20:11 കൂടി. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ. നമ്മുടെ ദൈവം ആരാണ്? കേവലം ഒരു വീരനല്ല, നമ്മുടെ ദൈവം യുദ്ധവീരനാണ്. യുദ്ധവീരൻ നമ്മുടെ യുദ്ധങ്ങളെ ഏറ്റെടുക്കുന്നവനാണ്. 2, നമ്മുടെ ദൈവം രക്ഷിക്കുന്ന വീരനാണ്. ആർക്കും നമ്മളെ വലിച്ചെടുക്കാൻ പറ്റാത്ത പ്രതിസന്ധിയുടെ അകത്തുനിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ കഴിയുന്ന ഒരു വീരനാ നമ്മുടെ ദൈവം. യിരെമ്യാവിവിടെ പറയുന്നു, എൻ്റെ ദൈവം ഒരു സാധാരണ വീരനല്ല. ഇവിടെ പറയുന്നു, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. അടുത്ത പദം ഇങ്ങനെ പറയുന്നു, ആകയാൽ എന്നോട് എതിർക്കുന്നവർ എന്ത് ചെയ്യും? ഇടറി വീഴും, ഇടറി വീഴും. ഹല്ലേലൂയ. നമ്മൾ ആരെയും കുടുക്ക് വെച്ചൊന്നും വീഴിക്കണ്ട. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എതിരെ പണിയാൻ നിൽക്കുന്നവനൊക്കെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് നമ്മളാരെയും തകർക്കാൻ പോകണ്ട, നമ്മളാരെയും കൊച്ചാക്കാൻ പോകണ്ട, നമ്മളാരെയും ഉടയ്ക്കാനുള്ള ഗൂഢതന്ത്രമൊന്നും ആവിഷ്കരിക്കണ്ട. തമ്പുരാനെ കൂടെ നിർത്തിയാൽ നിനക്ക് വിരോധമായിട്ട് ചെയ്തു വയ്ക്കുന്ന എല്ലാ പണിയും ദൈവം പൊളിച്ചു കളയും. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നോട് എതിർക്കുന്നവരെന്ത് ചെയ്യും? ഇടറി വീഴും. ഇതിന് നല്ലൊരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 18. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ വന്നപ്പം യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ്? ഉടനെ അവരെന്താ പറഞ്ഞു? ഞങ്ങൾ യേശുവിനെയാണ്. യേശുവിനെയാണെങ്കിൽ അവർ പോകട്ടെ, ഞാനാണ് യേശു എന്ന് പറഞ്ഞ മാത്ര, ഈ ശബ്ദം യേശുവിൻ്റെ അതരത്തിൽ നിന്ന് വീണ മാത്ര അറസ്റ്റ് ചെയ്യാൻ വന്നവരൊക്കെ യേശുവിൻ്റെ മുമ്പിൽ നിലത്തു വീണു. യേശു അവരെ തെള്ളിയിട്ടില്ല, യേശു അവരെ കുടുക്കുവെച്ച് വീഴിച്ചില്ല. ആ ഒരു വാക്ക് അതരത്തിൽ നിന്ന് പുറത്തു വന്നപ്പം അറസ്റ്റ് ചെയ്യാൻ വന്നവൻ യേശുവിൻ്റെ മുമ്പിൽ നിലത്ത് വീണു. സങ്കടകരമെന്ന് പറയട്ടെ, 3.5 കൊല്ലം കൂടെ നടന്ന യൂദയും വീണവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തൊരു ഗതികേടാണ് നോക്കിക്കേ. ഇന്ന് പകലിൽ വീഴിക്കാൻ പോകണ്ട, എതിരെ നിൽക്കുന്ന ശത്രുവിനെ നമ്മുടെ കാൽ കീഴയാക്കാൻ, നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു വീരനായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ബോധ്യമായവരെ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവർ ദ്വീപുകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അതിന്റെ പ്രതിഫലനത്തിലെ 1-ാമത്തെ കാര്യം, യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും. അടുത്ത 1-2 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. നമുക്ക് ആ യെശയ്യാപ്രവചനത്തിലേക്ക് തന്നെ കടന്നു വരാം. 42-ാമത്തെ അധ്യായം ശേഷിക്കുന്ന ഭാഗം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും. വിശദീകരിക്കുന്നില്ല. 2, മഹത്വം കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യോദ്ധാവിനെ പോലെ തീഷ്ണത ജ്വലിപ്പിക്കും. അടുത്ത കാര്യം, അവൻ ആർത്തു വിളിക്കും, അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിലാർക്കും, ഉച്ചത്തിലാർക്കും, തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും, ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. മഹത്വം കൊടുക്കുന്ന 5 കൂട്ടം ആളുകൾക്ക് വേണ്ടി ദൈവം 1, ഒരു വീരനെ പോലെ പുറപ്പെടും. 2, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണത കാണിക്കും. വിശദീകരിക്കുന്നില്ല. 3, ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. 4-ാമത്തെ കാര്യം, ഒത്തിരി കാര്യം അവിടെ കിടപ്പുണ്ട്. 4-ാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാ. 14-ാമത്തെ വാക്യം, ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു, ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ ഞാൻ ഞരങ്ങി. ലളിതമായി നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി. ചില വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടി ഒത്തിരി കാലമായിട്ട് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ആ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരാലോചന കിട്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? വരുന്ന ദൈവദാസന്മാരുടെ ഒക്കെ മുമ്പിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നാം തലവെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നാം സങ്കടപ്പെടുന്ന ആ വിഷയത്തെ സംബന്ധിച്ച് മാത്രം ദൈവം ഒന്നും പറയുന്നില്ല. വേറെ പല കാര്യവും നമ്മോട് പറയുന്നുണ്ട്. കാരണം ദൈവം ആ ഒരു വിഷയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? മൗനമായിരിക്കുന്നു. പക്ഷേ
മഹത്വം കൊടുത്തു തുടങ്ങുമ്പം ദൈവം പറയുക, നിന്റെ ചില വിഷയത്തിൽ ഞാൻ ദീർഘകാലം മൗനം ഭജിച്ചു, പക്ഷേ ഇവിടെ ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ആ വിഷയത്തിൽ മാത്രം ദൈവം ഒരു ഇടപാടും നടത്തുന്നില്ല. ദൈവം ചില വിഷയത്തിൽ മൗനമായിരിക്കുകയാണ്, കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. കനാന്യ സ്ത്രീ യേശുവിന്റെ പുറകെ നടന്ന് നിലവിളിച്ചിട്ട് എൻ്റെ കർത്താവ് മൈൻഡ് ചെയ്തില്ല. യേശു അവളുടെ വിഷയത്തിൽ മൗനമായിരുന്നു. കർത്താവിന്റെ മൗനം എക്കാലത്തേക്കുമുള്ള മൗനമല്ല കേട്ടോ. ശമരിയക്കാരത്തി അല്ല, അവിടെ കനാന്യ സ്ത്രീയുടെ കാര്യത്തിൽ അതുവരെ മൗനമായിരുന്ന കർത്താവ് അവൾക്ക് വേണ്ടി വാനോരാതെ സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ മൗനം കണ്ട് നിങ്ങൾ മറുപടി ഇല്ലെന്ന് വിചാരിക്കരുത്. മൗനമായിരിക്കുന്ന വിഷയത്തിൽ നമ്മുടെ കർത്താവ് ഇടപെടും. എപ്പോൾ? നാം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ. ദീർഘകാലം മിണ്ടാതിരുന്ന വിഷയത്തിന് പരിഹാരമായി. അതിനൊരു സാമ്യം അവിടെ കർത്താവ് പറയുന്നുണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദീർഘകാലം ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തു. ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ ഞാൻ ഞെരുങ്ങി നെടുവീർപ്പിട്ട് കിതയ്ക്കും. കണ്ടോ? നോവ് കിട്ടിയ സ്ത്രീയെ പോലെ ദൈവം അവിടെ സ്വയം തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറയുകയാണ്, ഞാൻ ഇന്നലകളിൽ മിണ്ടാതിരുന്ന നിന്റെ വിഷയത്തിൽ ഇപ്പം ഞാൻ മൗനം ഭജിച്ച് എഴുന്നേൽക്കുക. എങ്ങനെയാ എഴുന്നേൽക്കുന്നത്? എത്ര സാമ്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. വീരനെ പോലെ, യോദ്ധാവിനെ പോലെ. ഇവിടെ ഇപ്പം പറയുന്നു, ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ, മൗനമായിരുന്ന വിഷയത്തിൽ ഇപ്പം ഞാൻ എഴുന്നേൽക്കുന്നത് ആരെ പോലെയാ? നോവ് കിട്ടിയ ഒരു സ്ത്രീയെ പോലെ. പ്രൈസ് ദി ലോർഡ്. അതിനകത്തെ അർത്ഥം എന്നാ? നോവ് കിട്ടിയിരിക്കുന്ന സ്ത്രീയെ പോലെ നെടുവീർപ്പിടുമെന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. ലളിത ഭാഷയെ ചിന്തിച്ച്, പ്രസവവേദന വന്നാൽ വിക്സ് തേച്ചാൽ പോവുമോ? പ്രസവിച്ചവർ പോലും പറയുന്നില്ല. ഇതിപ്പോൾ എന്നോടുള്ള പിണക്കമാണോ എന്ന് എനിക്കിപ്പോൾ സന്ദേഹമില്ലായുമില്ല. എന്തെങ്കിലും ഒന്ന് പറ. പ്രസവവേദനയ്ക്ക് വിക്സ് തേച്ചാൽ പോവോ? വിക്സ് കളയാന്നുള്ളതേ ഉള്ളൂ. പ്രസവവേദന വന്നാൽ പോം വഴി ഒന്നേ ഉള്ളൂ. സ്തോത്രം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മുടെ കാര്യത്തിൽ എഴുന്നേൽക്കുക. അയ്യോ ഞാൻ ഫ്ലൈറ്റിലാണ്, ഇപ്പൊ പ്രസവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കാര്യം നടക്കുവോ? ഈ ബസ്സേന്നൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ കാര്യം നടക്കുവോ? ബസ്സേ പ്രസവിച്ച എത്ര കേസ്. ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി ലാൻഡ് ചെയ്തിട്ട് പ്രസവിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രസവവേദന വന്ന ആൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? വേറെ പലതും പിടിച്ചു വയ്ക്കാം കുറെ കാലമൊക്കെ. പക്ഷെ പ്രസവവേദന അതിൻ്റെ മൂർധന്യത്തിലെത്തിയാൽ നെടുമ്പാശ്ശേരി വരെ ഒന്നും വരത്തില്ല. ആകാശത്ത് വച്ച് തന്നെ കാര്യം നടക്കും. അങ്ങനെ ഫ്ലൈറ്റുകാർ തന്നെ അതപ്പോൾ അങ്ങനെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാം. അങ്ങനെയുള്ള കേസൊന്നും ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല. ഇത്രയും താഴേക്കാണോ ഈ പുള്ളി പറയുന്നൊന്നും വിചാരിക്കരുത്. ഒരു സത്യം നിങ്ങളുടെ അകത്ത് കയറാൻ വേണ്ടിയായി പറഞ്ഞത്. പ്രസവവേദന കഠിനമായാൽ ആശുപത്രി വരെ ചെന്നിട്ട് ഡോക്ടറുടെ സാന്നിധ്യം നടത്താമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അയ്യോ ഞാൻ ഫ്ലൈറ്റില, അയ്യോ ഞാൻ ബസ്സില, അയ്യോ വീട്ടിലല്ല, അയ്യോ IPC എവനേസർ ഹോളില, ഇതൊന്നും പറഞ്ഞാൽ അവിടെ പണി നടക്കത്തില്ല. വേദന മൂർധന്യത്തിൽ വന്നാൽ അവിടെ പ്രസവം നടക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ദൈവം നിനക്ക് വേണ്ടി വേദനപ്പെട്ടെഴുന്നേൽക്കുക മൗനമായിരുന്ന കാര്യത്തിൽ. എന്ന് വെച്ചാൽ അവൻ ചിലതും നടത്തിയിട്ടേ ഇനി അടങ്ങത്തുള്ളൂ. മഹത്വം കൊടുക്കുന്നവർ ഇന്ന് പകലിൽ അത് ഹൃദയത്തിൽ ഏറ്റെടുത്തോ. വെല്ലുവിളി എവിടെയാണെങ്കിലും അനുകൂല പരിതസ്ഥിതികൾ നിന്റെ ലൈഫിൽ ഇല്ല. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി നോവ് കിട്ടിയവനെ പോലെ എഴുന്നേറ്റാൽ ആവിയുടെ ഒരു വിടുതൽ നടന്നിരിക്കും. ചിന്തിക്കാൻ കഴിയുന്നവർ ചിന്തിച്ചു കൊള്ളുക. നമ്മുടെ വിഷയത്തിൽ കർത്താവ് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കട്ടെ. ഇനി ആ മറുപടി കയ്യിൽ തരാതെ അവൻ ശാന്തമായിരിക്കത്തില്ല. അതല്ലേ രൂത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിച്ചു പോവുക. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അരമണിക്കൂർ മുമ്പേ അവസാനിപ്പിക്കേണ്ടതായിരുന്നു.
അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു വാക്യോട് വായിപ്പിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം, പരിചിതമായിട്ടുള്ള വാക്യമാണ്. എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു. നവോമി രൂത്തിനോട് പറയുന്ന ഒരു കാര്യമാണ്. 18-ാമത്തെ വാക്യം. അതിനവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്ക. ഇന്ന് നിന്റെ കാര്യം തീർക്കും വരെ സ്വസ്ഥമായിരിക്കത്തില്ല. ഇനി നീ അടങ്ങാതിരുന്നു, നിന്റെ കാര്യം ചെയ്യാൻ അവൻ അനങ്ങാൻ തുടങ്ങുക. ഇന്ന് പകലിൽ ഇവിടെ ഒത്തിരി പേരൊന്നും സ്തുതിച്ചില്ല, ഒത്തിരി പേരൊന്നും മഹത്വപ്പെടുത്തിയില്ല. പക്ഷേ പരമാർത്ഥതയോടെ ഇന്ന് പകൽ ഈ ദൂത ആരെങ്കിലും ഒരാള് ഇവിടെ 120 പേര് ഒരു പക്ഷേ കണ്ടേക്കാം. നിങ്ങളിൽ 119 പേരും ഇത് പുറംകാല് കൊണ്ട് തട്ടിയെറിഞ്ഞാലും നോ പ്രോബ്ലം. ഇന്നത്തെ സന്ദേശം ജയിക്കാൻ ഒരൊറ്റയാൾ ഇതിന് തലവെച്ചാൽ മതി. ഒറ്റയാൾ തലവെച്ചാൽ ഞാൻ നിങ്ങളെ ചൂണ്ടി പറയാം, നിങ്ങളുടെ കാര്യം തീർപ്പാക്കുന്നത് വരെ എൻ്റെ ദൈവം സ്വസ്ഥമായിരിക്കത്തില്ല. ഈ ആഴ്ച തന്നെ ചില വിഷയത്തിൻ്റെ മേൽ ഒരു ഫൈനൽ ടച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഇട്ടടച്ച ചില വിഷയങ്ങൾ, നീണ്ടുപോയ ചില വിഷയങ്ങൾ, കാലതാമസം വന്ന ചില വിഷയങ്ങൾ, മൗനമായിരുന്ന ചില വിഷയങ്ങൾ, ഈ ദിനങ്ങളിൽ ഒന്നിൽ എൻ്റെ ദൈവം നിങ്ങളുടെ കരത്തിൽ മറുപടിയായി തരാൻ നോവ് കിട്ടിയ ഒരു സ്ത്രീയെ പോലെ മഹത്വം കൊടുക്കുന്ന നിന്റെ വിഷയത്തിൽ എൻ്റെ കർത്താവിന്റെ കരം ചലിക്കട്ടെ. കരമടിച്ചതരം തുറന്നു പറ്റുമെങ്കിൽ ഒരൽപ്പ നിമിഷങ്ങൾ ഒരുമിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഈ ആരാധനയ്ക്കകത്ത് നാം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ, നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, പെൻഡിങ്ങിൽ കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, മുടങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചില ചലനങ്ങളെ അയക്കുകയാണ്. ഇതുവരെ അവൻ നിന്റെ കാര്യത്തിൽ മൗനമായിരുന്നു, എന്നാൽ ഇന്ന് പകൽ അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കരമൊന്ന് ചൊവ്വയടിച്ച്, പറ്റുമെങ്കിൽ ആ അടരമൊന്ന് ശക്തിയോടെ തുറന്ന് അന്യഭാഷകളിൽ അല്പനിമിഷങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. 12-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ചിലർക്ക് വേണ്ടി എൻ്റെ ദൈവം എഴുന്നേൽക്കുകയാ, ചിലർക്ക് വേണ്ടി എൻ്റെ ദൈവം അടരം തുറക്കുകയാ, ചിലരുടെ കാര്യം എൻ്റെ ദൈവം നടപടിയിലാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിഷയങ്ങൾ നേരെയാകുകയാ. വളഞ്ഞുപോയ ചില വിഷയങ്ങളെ ഇന്നു പകൽ എൻ്റെ ദൈവം നേരെയാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആരും ഇടപെട്ടിട്ടും നടക്കാത്ത ചില വിഷയങ്ങൾ ഇന്നു പകൽ കർത്താവ് ഡയറക്റ്റ് ഏറ്റെടുക്കുകയാണ്. യുദ്ധവീരനെ പോലെ, രക്ഷിക്കുന്ന വീരനെ പോലെ, മഹാവീരനെ പോലെ, യോദ്ധാവിനെ പോലെ, നോവ് കിട്ടിയ ഒരു സ്ത്രീയെ പോലെ ഈ പകൽ കർത്താവിന്റെ കരം നമ്മുടെ വിഷയത്തിൽ ഇടപെടട്ടെ. ഏറെ നൊമ്പരം ഉഴത്തിയ വിഷയമാ തലമുറയുടെ വിഷയങ്ങൾ, ആത്മീക ജീവിതത്തിന്റെ വിഷയങ്ങൾ. ഇന്ന് പകൽ ഏതു തലമുറയുടെ വിഷയമാണോ നിന്റെ മനസ്സിൽ ഇന്ന് നോവായി ശേഷിക്കുന്നത്, ഏതു വിഷയമാണോ നിന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നത്, ആ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ കരം നിന്റെ നോവ് മാറ്റാൻ, നിന്റെ നൊമ്പരം മാറ്റാൻ, നിന്റെ സങ്കടം മാറ്റാൻ, നിന്റെ കണ്ണുനീര് മാറ്റാൻ ഉടയവൻ ഇറങ്ങി ഇടപെടുകയാണ്.
വാക്കുകൊണ്ടു സകലത്തെയും നാറും ശോഭയേറി മേനഞ്ഞവൻ താൻ ചൂടുചോര ചൊരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ചൂടുചോര ചൊരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ കൊടുങ്കാറ്റടിച്ചു വല ഉയരും വൻ സാഗരത്തിൻ അലകളിന്മേ വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ